ഹേ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൂൾക്കം ബൈ ഏഞ്ചൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് കെമിക്കൽ കൈനറ്റിക്സ്. റിയാക്ഷൻസ് എവിടെ സ്റ്റാർട്ടാകുന്നു, എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, എന്ത് സ്പീഡിൽ നടക്കുന്നു, ഇതൊക്കെയാണ് നമ്മൾ സിമ്പിളായി മനസ്സിലാക്കാൻ പോകുന്നത്. ലെറ്റ്സ് മേക്ക് കെമിസ്ട്രി ഈസി ആൻഡ് ഫൺ. അപ്പോൾ എങ്ങനെയാണ് ഒരു റിയാക്ഷൻ തുടങ്ങുന്നത്, എങ്ങനെയാണ് ആ റിയാക്ഷൻ അവസാനിക്കുന്നത്, എത്ര സ്പീഡിലാണ് ഒരു റിയാക്ഷൻ സംഭവിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് വാട്ട് ഈസ് കെമിക്കൽ കൈനറ്റിക്സ്. കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്നത് റിയാക്ഷൻ്റെ സ്പീഡ്, അതായത് റിയാക്ഷൻ റേറ്റിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് കെമിക്കൽ കൈനറ്റിക്സ്. ഫോർ എക്സാമ്പിൾ, ഒരു ടാബ്ലറ്റ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അത് ഫാസ്റ്റ് ആണോ സ്ലോ ആണോ. നമ്മളൊരു ഗുളിക ടാബ്ലറ്റ് എടുത്തു, അത് നമ്മൾ ഒരു വെള്ളത്തിലിട്ടു, എന്നിട്ട് നമ്മളതിങ്ങനെ ഇളക്കി ഡിസോൾവ് ചെയ്യുക. അപ്പോൾ അത് ഫാസ്റ്റായിട്ട് നടക്കുന്ന റിയാക്ഷൻ ആണോ സ്ലോ ആണോ, ഇങ്ങനെ ഓരോ റിയാക്ഷൻസും എത്ര ടൈം കൊണ്ടാണ് നടക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ്സ് വാട്ട് കൈനറ്റിക് ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ്. റിയാക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഓർ പ്രൊഡക്ട്സ് ഓവർ ടൈം. ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ അളവ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ അളവ്, അതിൻ്റെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, എന്തോരം കോൺസെൻട്രേഷനിൽ ചേഞ്ച് വന്നു, റിയാക്റ്റൻറ്റിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ എടുക്കുക, ഡിവൈഡഡ് ബൈ ടൈം ചെയ്യുന്നതാണ് ഒരു റിയാക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ. ഇത്ര ടൈമിനുള്ളിൽ എന്തോരം റിയാക്റ്റൻറ്റിൻ്റെ ചേഞ്ച് വന്നു, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് വന്നു ഇത്ര ടൈമിനുള്ളിൽ. നമുക്ക് ഒരു റിയാക്ഷനിൽ എന്തോരം പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ചായി ടൈം വെച്ച്, ടൈമിനുള്ളിൽ എന്തോരം റിയാക്ഷൻ നടന്നു, അതിനെയാണ് റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാണ്, ഒരു റിയാക്ഷൻ എ സ്മോൾ എ ക്യാപിറ്റൽ എ പ്ലസ് സ്മോൾ ബി ക്യാപിറ്റൽ ബി, ഇതാണ് റിയാക്റ്റൻസ്. ഇത് പ്രൊഡക്ട്സ് ആയിട്ട് ഏറോ മാർക്കിൻ്റെ അപ്പുറത്ത് പ്രൊഡക്ട്സ് നമുക്ക് കിട്ടിയത് സ്മോൾ സി ക്യാപിറ്റൽ സി പ്ലസ് സ്മോൾ ഡി ക്യാപിറ്റൽ ഡി, ഇങ്ങനെ പറഞ്ഞൊരു ഇക്വേഷൻ. ഇതിൻ്റെ റേറ്റ് എങ്ങനെ എഴുതാം? റേറ്റ് ഈക്വൽ ടു നമ്മുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇപ്പുറത്ത് കിടക്കുന്ന സ്മോൾ എ ഇല്ലേ, അത് നമ്മളിങ്ങനെ ഡിവൈഡ് പോലെ എഴുതും. അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലൊക്കെ എ എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻ്റ് ആണ്, എയും ബിയും റിയാക്റ്റൻ്റ് ആണ്, അതിൻ്റെ അവിടെ നമ്മൾ മൈനസ് കൊടുക്കണം. അപ്പോൾ റേറ്റ് ഈക്വൽ ടു മൈനസ് 1/, സ്മോൾ എ നമ്മൾ 1/a എന്ന് കൊടുക്കാം, മൈനസ് 1/, സ്മോൾ എ ഡെൽറ്റ ക്യാപിറ്റൽ എ കോൺസെൻട്രേഷനിൽ കൊടുക്കുക, എ ക്യാപിറ്റൽ എ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ചെയ്താൽ മതിട്ടാ. അത് എന്തിനോട് ഈക്വലാ? മൈനസ് 1/b, അത് റിയാക്റ്റൻ്റ് സെയിം പോലെ തന്നെ എഴുതാം, മൈനസ് 1/, സ്മോൾ ബി ഇൻറ്റു ഡെൽറ്റ ബി ക്യാപിറ്റൽ ബി കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതെന്തിനോട് ഈക്വലാ? ഈക്വൽ ടു പ്രൊഡക്റ്റിൻ്റെ ഏതെങ്കിലും പ്ലസ് 1/c, പ്രൊഡക്റ്റ് വരുമ്പോൾ പ്ലസ് ചെയ്യണം കേട്ടോ, പ്ലസ് 1/c ഡെൽറ്റ സി കോൺസെൻട്രേഷൻ ടൈം ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ദിസ് ഈക്വൽ ടു ഡീൻ്റെ ടൈമിൽ എടുത്തു കഴിഞ്ഞാൽ പ്ലസ് 1/, സ്മോൾ ഡി ഇൻറ്റു ഡെൽറ്റ ക്യാപിറ്റൽ ഡി കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ റിയാക്റ്റൻറ്റിൻ്റെയോ കോൺസെൻട്രേഷൻ നമ്മൾ ടൈം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഒരു റിയാക്ഷൻ റേറ്റ്. നെക്സ്റ്റ് ടോപ്പിക്ക് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ കോൺസെൻട്രേഷൻ, അതിൻ്റെ അളവ്, അതുപോലെ ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്, സർഫസ് ഏരിയ, നാച്ചർ ഓഫ് റിയാക്റ്റൻസ്, ലൈറ്റ്, എസ്പെഷ്യലി ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിൽ എന്തോരം ലൈറ്റ് വേണ്ടി വന്നു, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ റിയാക്റ്റൻ്റ് എടുത്തു, അതിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയെടുത്തു, അപ്പോൾ നമുക്കൊരു ഫാസ്റ്റർ റിയാക്ഷൻ. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റിയാക്ഷൻ ഫാസ്റ്റ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്യൂവൽ ആഡ് ചെയ്ത് കൊടുക്കുക, ഫയർ കത്തി കത്താൻ വേണ്ടി നമ്മൾ ഫ്യൂവൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കില്ലേ, എന്ന് വെച്ചാൽ ഫ്യൂവലിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് ഫയറും കൂടും, അതുപോലെയാണ് റിയാക്ഷൻ റേറ്റ് കൂടുന്നത്. നെക്സ്റ്റ് വൺ റേറ്റ് ലോ ആൻഡ് ഓർഡർ ഓഫ് റിയാക്ഷൻ. അപ്പോൾ റേറ്റ് ലോ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കാം. റേറ്റ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻറ്റ് കെ എ റൈസ് ടു കോൺസെൻട്രേഷനിൽ ഇടുക,
എ റേസ് ടു എക്സ് ബി റേസ് ടു വൈ. അപ്പം ഇതിൽ കെ എന്ന് പറയുന്നതാണ് റേറ്റ് കോൺസ്റ്റൻറ്റ്. എക്സും വൈയും മുകളിൽ കോഎഫിഷ്യൻ്റ് ആയിട്ട് കൊടുത്തിട്ടില്ലേ, അതാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ബി. എയുടെ മുകളിൽ എക്സ് കൊടുക്കുന്നു, ബിയുടെ മുകളിൽ വൈ കൊടുക്കുന്നു. അത് ആ എക്സും വൈയും തമ്മിൽ എയുടെയും ബിയുടെയും മുകളിൽ കിടക്കുന്ന എക്സ് പ്ലസ് വൈ ആണ് ടോട്ടൽ ഓർഡർ. ഒരു റിയാക്ഷൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ മുകളിൽ കിടക്കുന്ന എക്സ് പ്ലസ് വൈ തമ്മിൽ കൂട്ടാം. അപ്പോൾ ഈ ഓർഡർ, ഈ റേസ് ടു ഇടുന്ന എക്സും വൈയും നമ്മൾ ഒരു എക്സ്പെരിമെൻ്റൽ വഴിയാണ് കണ്ടുപിടിക്കുന്നത്. അത് ഇക്വേഷനിൽ നിന്ന് എടുത്ത് എഴുതുന്ന ലെഫ്റ്റിൽ കിടക്കുന്ന കോഎഫിഷ്യൻ്റ് അല്ല റേസ് ടു ആയിട്ട് മുകളിൽ എഴുതുന്നത്. അത് നമ്മൾ എക്സ്പെരിമെൻ്റിൽ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഓർഡർ കണ്ടുപിടിക്കാൻ എക്സ് പ്ലസ് വൈ ആണ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ നോക്കുകയാണ്. ഇപ്പോൾ റേറ്റ് ഈക്വൽ ടു കെ എ റേസ് ടു 2ഉം ബി റേസ് ടു 1ഉം തന്നു. അപ്പം എ റേസ് ടു 2 ആണ്, ബി റേസ് ടു 1 ആണ്. അപ്പോൾ ഓർഡർ എന്താ വരാ? എയുടെ മുകളിൽ കിടക്കുന്ന 2ഉം ബിയുടെ മുകളിൽ കിടക്കുന്ന 1ഉം കൂടെ കൂട്ടാം. ഓർഡർ ഈക്വൽ ടു 2 + 1 = 3 എന്ന് കിട്ടും. അപ്പം എയുടെ മുകളിൽ 3 ആണ് കിടക്കുന്നത്, ബിയുടെ മുകളിൽ 2 ആണ് കിടക്കുന്നത്. അപ്പോൾ ഓർഡർ എന്താ വരാ? 2 + 3 = 5. അങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാട്ടോ. നമുക്ക് ഓർഡർ ശരിക്ക് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ അത്രയ്ക്ക് വരുള്ളൂ. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഹൗ മെനി മോളിക്യൂൾസ് കം ടുഗദർ ടു റിയാക്ട് ഇൻ വൺ എലമെൻ്ററി സ്റ്റെപ്പ്. ഒരു റിയാക്ഷനിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ റിയാക്റ്റൻസ് എടുക്കില്ലേ, അത് എത്ര മോൾസ് എടുക്കാം? അതൊരിക്കലും ഒരെണ്ണമായില്ല, നമുക്ക് 2 മോൾസ് എങ്കിലും മിനിമം വേണം ഒരു റിയാക്ഷൻ നടക്കാൻ. ഇപ്പുറത്ത് ഒരു മോള് പ്ലസ് ഒരു മോള്, അങ്ങനെ 2 മോൾസ് എങ്കിലും വേണം. അതിന് നമ്മൾ 2 മോൾസ് വന്നാൽ ബൈമോളിക്കുലാർ. ഇഫ് 2 molecules react, molecularity is 2. Molecularity is always whole number. എന്ന് വെച്ചാൽ 1, 2, 3 ലൈക്ക് ഫ്രാക്ഷനും സീറോയും ഒരിക്കലും വരില്ല. എപ്പോഴും 1, 2, 3 എന്ന് പറഞ്ഞൊരു വോൾ നമ്പർ ആയിരിക്കും. അപ്പോൾ ഓർഡറും മോളിക്കുലാരിറ്റിയും സെയിം അല്ല. ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ റേറ്റ് ഇക്വേഷൻ്റെ മുകളിൽ കിടക്കുന്ന എക്സ് പ്ലസ് വൈ കൂട്ടുന്നതാണ് ഓർഡർ. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ടാവില്ലേ, ഒരു റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ 2 moles ഓഫ് NA + 1 mole ഓഫ് CL ഗീവ്സ് ഇത്ര മോൾസ് ഓഫ് NaCl. അപ്പോൾ എത്ര മോൾസ് റിയാക്ടൻ ചെയ്യാൻ എടുത്തു? 2 moles NaCl. അപ്പോൾ 2 + 1 molecule ഓഫ് Cl. അപ്പോൾ 2 + 1 എത്ര? ടോട്ടൽ 3 molecules എടുത്തു. അങ്ങനെ പറയുന്നതാണ് മോളിക്കുലാരിറ്റി. ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു റേറ്റ് ലോൻ്റെ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ മുകളിൽ കിടക്കുന്ന എക്സ്, ബിയുടെ മുകളിൽ ഇപ്പോൾ വൈ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ ചെയ്യുന്നത്. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ ഇക്വേഷൻ Na + Cl ഗീവ്സ് NaCl, ഒരു ഇക്വേഷൻ. അതിൽ Na എത്ര എണ്ണം എടുത്തു, Cl എത്ര എണ്ണം എടുത്തു, ആ ലെഫ്റ്റിലെ റിയാക്റ്റൻ്റ് ഇല്ലേ അത് എത്ര എണ്ണം എടുത്തു, അതിൻ്റെ ലെഫ്റ്റ് എഴുതിയിരിക്കുന്ന എണ്ണം തമ്മിൽ കൂട്ടാം, റിയാക്റ്റൻസിൻ്റെ മാത്രം. നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ. നമുക്ക് ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്, 0 ഓർഡർ ഉണ്ട്, തേർഡ് ഓർഡർ ഉണ്ട്, അങ്ങനെ ഓർഡറുകൾ. അതിൻ്റെ ഫസ്റ്റ് ഓർഡറിൻ്റെ ഇപ്പോൾ നമ്മളൊരു ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഒരു ഇക്വേഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ഇക്വേഷൻ പഠിക്കണം. അങ്ങനെ ലെറ്റ്സ് ടേക്ക് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഡിക്കമ്പോസിഷൻ ഓഫ് N2O5. അപ്പോൾ റേറ്റ് ലോ വരുന്നത് റേറ്റ് ഈക്വൽ ടു K × A, കോൺസെൻട്രേഷൻ ടൈമിൽ K × A. ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് K × ജസ്റ്റ് A റേസ് ടു 1 ആണ് കൊടുക്കുന്നത്. K A റേസ് ടു 1 നമ്മൾ എഴുതില്ല, അതുകൊണ്ട് റേറ്റ് ഈക്വൽ ടു K A, കോൺസെൻട്രേഷൻ ഓഫ് A. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻ വരുന്നത് ln A, കോൺസെൻട്രേഷൻ ഓഫ് A ഈക്വൽ ടു -KT + ln ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് A0. ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻ പഠിച്ചു വെക്കുക, റേറ്റ് ലോഡ് ഇക്വേഷൻ പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ K എന്ന് പറഞ്ഞ റേറ്റ് കോൺസ്റ്റൻറ്റ്, ഈ A0 കോൺസെൻട്രേഷൻ ഓഫ് A0 ആണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ ഓഫ് A തന്നെ എടുക്കുന്നത് കോൺസെൻട്രേഷൻ ആഫ്റ്റർ ടൈം T. ഒരു ടൈം കഴിയുമ്പോൾ, തുടങ്ങുമ്പോൾ ഉള്ളതാണ് A0, കുറച്ച് ടൈം കഴിയുമ്പോൾ ഉള്ളതാണ് കോൺസെൻട്രേഷൻ ഓഫ് A. ഇനി ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ നിന്ന് നമ്മൾ ഒരു ഹാഫ് ലൈഫ് കണ്ടുപിടിക്കും. ഫസ്റ്റ് ഓർഡർ ഒരു കംപ്ലീറ്റ് റിയാക്ഷൻ, ഇതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് വെച്ചാൽ T12. ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ടൈം ടേക്കൺ ഫോർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് ബിക്കം ഹാഫ്. ഈ നമ്മൾ എടുത്ത റിയാക്റ്റൻറ്റ് പകുതി റിയാക്ട് ചെയ്യാൻ എത്ര ടൈം എടുത്തു? T12. അപ്പോൾ ഫോർ ഫസ്റ്റ് ഓർഡർ
ടി ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ ടി ഹാഫ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ, അങ്ങനെയാണ് ഇക്വേഷൻ വരിക. അപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ഇക്വേഷൻ പഠിക്കുക. ടി ഹാഫ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ. കണ്ടുപിടിക്കാൻ ടി ഹാഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 0.693 കെ നമുക്ക് തന്നിട്ടുണ്ടാവും ഡിവൈഡഡ് ബൈ കെ ജി. നമുക്ക് ഈ ഓർഡേഴ്സിനൊക്കെ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള യൂണിറ്റിൻ്റെ ഇക്വേഷൻ നോക്കാം. മോൾ റേസ് ടു 1/k കോൺസെൻട്രേഷൻ ഓഫ് A0, A0ൻ്റെ കോൺസെൻട്രേഷൻ. ഇനി സീറോ ഓർഡറിനാണെങ്കിൽ ടി ഹാഫ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A0 ഡിവൈഡഡ് ബൈ 2k. അങ്ങനെ ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഈ ഫസ്റ്റ് ഓർഡറിൻ്റെ നോക്കുമ്പോൾ മോൾ റേസ് ടു 1 - n. n എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് ആണ്, അപ്പോൾ 1 ആണ്. അപ്പോൾ മോൾ റേസ് ടു 1 - 1, അപ്പോൾ 0 ആയി. അപ്പോൾ മോള് പോയി. എൽ റേസ് ടു n - 1, അപ്പോൾ 1 - 1 അതും 0 ആയി. എസ് റേസ് ടു -1, അപ്പോൾ ഫസ്റ്റ് ഓർഡറിൽ എസ് റേസ് ടു -1 മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി രണ്ട് ടേംസും 0 ആയി പോകും. ഈ സെക്കൻഡ് ഓർഡർ വരുമ്പോൾ മോൾ റേസ് ടു -1, എസ് റേസ് ടു -1, എൽ, അങ്ങനെയാണ് വരിക. അപ്പോൾ ഓരോന്നിൻ്റെയും ആ നമ്പർ ഇട്ട് കൊടുക്കുക. എന്നിൻ്റെ സ്ഥലത്ത് ഏത് ഓർഡർ ആണോ അത് ഇട്ട് കൊടുത്ത് ഇക്വേഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ജനറൽ ഇക്വേഷൻ വരുന്നത് മോൾ റേസ് ടു 1 - n, എൽ റേസ് ടു n - 1, എസ് റേസ് ടു -1. ഇതിൽ എന്നിൻ്റെ സ്ഥലത്ത് 0 ആണോ 1 ആണോ 2 ആണോ 3 ആണോ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കിട്ടും, യൂണിറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും. 1 - n, എൽ റേസ് ടു n - 1, എസ് റേസ് ടു -1. ഇതാണ് ജനറൽ ഫോർമുല. അപ്പോൾ നമുക്ക് സീറോ ഓർഡറിൻ്റെ എങ്ങനെ നോക്കാം. മോൾ റേസ് ടു 1 - n, മോൾ റേസ് ടു 1 - n എന്ന് പറയുമ്പോൾ n എന്ന് പറഞ്ഞാൽ സീറോ ഓർഡർ, അപ്പോൾ 0 കൊടുക്കുക. മോൾ റേസ് ടു 1 - 0, അപ്പോൾ 1 തന്നെ വരും. അപ്പോൾ മോൾ റേസ് ടു 1, എൽ റേസ് ടു n - 1, അപ്പോൾ 0 - 1 എന്ന് പറയുമ്പോൾ -1 എന്ന് വരും. അപ്പോൾ എൽ റേസ് ടു -1, എസ് റേസ് ടു -1. അപ്പോൾ സീറോ ഓർഡറിൻ്റെ യൂണിറ്റ് എങ്ങനെ വരാം. മോൾ റേസ് ടു 1, എൽ റേസ് ടു -1, എസ് റേസ് ടു -1. നെക്സ്റ്റ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ ഈസ് റിയലി സെക്കൻഡ് ഓർഡർ ഓ മോർ. വലിയ റിയാക്ഷൻസും ആയിരിക്കാം, സെക്കൻഡ് ഓർഡർ ആയിരിക്കാം മേ ബി, അല്ലെങ്കിൽ അതിലും കൂടുതൽ ഓർഡർ ഉള്ള തേർഡ് ഓർഡർ ആയിരിക്കാം. ബട്ട് ഇറ്റ് ബിഹേവ്സ് ലൈക്ക് ഫസ്റ്റ് ഓർഡർ. അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ എഴുതി വരുമ്പോൾ അത് ഫസ്റ്റ് ഓർഡർ പോലെ ബിഹേവ് ചെയ്യും. അത് വലിയ ഓർഡർ ആണ് ശരിക്കും വരുന്നത്, പക്ഷെ അത് ഫസ്റ്റ് ഓർഡർ ആണ് കാണിക്കുന്നത്. അപ്പോൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ വലിയ ഓർഡർ വരുന്ന റിയാക്ഷൻസ് ഫസ്റ്റ് ഓർഡർ ആയി കാണിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഹൈഡ്രോളൈസിസ് ഓഫ് എസ്റ്റർ. ഈ റിയാക്ഷൻ വലിയ ഓർഡർ കാണിക്കേണ്ടതാണ്, പക്ഷെ ഫസ്റ്റ് ഓർഡറാണ് കാണിക്കുന്നത്. ഹൈഡ്രോളൈസിസ് ഓഫ് എസ്റ്ററിൻ്റെ ഇക്വേഷൻ വരുന്നത് CH3COO C2H5 plus H2O gives CH3COOH plus C2H5OH. Water is in large excess. എസ്റ്ററിൻ്റെ ഹൈഡ്രോളൈസിസിൽ എസ്റ്റർ എടുക്കുന്നതായിട്ടും ഭയങ്കരമായിട്ട് കൂടുതലാണ് നമ്മൾ എടുക്കുന്ന വാട്ടർ. സോ റിയാക്ഷൻ അപ്പിയേഴ്സ് ഇൻ ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു എസ്റ്റർ. എസ്റ്ററിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വാട്ടറിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കാണിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് അറേനിയസ് ഇക്വേഷൻ. നൗ ഹൗ ഡസ് ടെമ്പറേച്ചർ എഫക്ട് റിയാക്ഷൻ റേറ്റ്? ഒരു റിയാക്ഷൻ റേറ്റിനെ ടെമ്പറേച്ചർ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? ദാറ്റ്സ് വേർ അറേനിയസ് ഇക്വേഷൻ കംസ് ഇൻ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് പറയാനാണ് അറേനിയസ് ഇക്വേഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇക്വേഷൻ വരുന്നത് K ഈക്വൽ ടു A ഇൻറ്റു ഇ റേസ് ടു EA/RT. അപ്പോൾ ഇതിൽ K എന്ന് പറഞ്ഞ റേറ്റ് കോൺസ്റ്റൻറ്റ്, A എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ഫാക്ടർ, EA ഈസ് ദ ആക്ടിവേഷൻ എനർജി, R ഈസ് ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ഈസ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. അപ്പോൾ അറേനിയസ് പ്ലോട്ട് ഗ്രാഫ് ഉണ്ട് നമുക്ക്. ഗ്രാഫ് ബിറ്റ്വീൻ ln K ആൻഡ് 1/T. അപ്പോൾ ഈ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കുന്നത്. ഗ്രാഫ് ഒന്ന് പഠിച്ചു വെക്കുക, അതുപോലെ ഇക്വേഷൻ പ്രോബ്ലംസിനൊക്കെ ചോദിക്കും. ലാസ്റ്റ് ടോപ്പിക്കാണ് കൊളീഷൻ തിയറി. ഫൈനലി ലെറ്റ്സ് ടോക്ക് അബൌട്ട് കൊളീഷൻ തിയറി. റിയാക്ഷൻസ് ഹാപ്പൻ ഓൺലി ഇഫ് മോളിക്യൂൾ കൊളൈഡ് വിത്ത് ഇനഫ് എനർജി, കറക്റ്റ് ഓറിയൻറ്റേഷൻ. അപ്പോൾ കൊളീഷൻ തിയറിയിൽ പറയുന്നത് കറക്റ്റ് ഒരു എമൗണ്ട് എനർജിയിലും കറക്റ്റ് ഒരു ഓറിയൻറ്റേഷനിലും വന്ന്
നമ്മൾ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്താൽ, ഇടിച്ചാൽ ഒരു റിയാക്ഷൻ നടക്കുള്ളൂ. ഇതാണ് കൊളീഷൻ തിയറി പറയുന്നത്. അപ്പം എന്തൊക്കെ വേണം? ഇനഫ് എനർജി വേണം, അത്യാവശ്യത്തിന് വേണ്ട എനർജി വേണം, കറക്റ്റ് ഒരു ഓറിയന്റേഷൻ വേണം, എന്നാലേ ഒരു റിയാക്ഷൻ നടക്കുള്ളൂ. ദാറ്റ്സ് മിനിമം എനർജി ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി, EA. ആ എനർജീനെ പറയുന്നതാണ് മിനിമം എനർജി. ഏറ്റവും അത്യാവശ്യം ഇത്തിരി വേണ്ട എനർജിയാണ് ആക്ടിവേഷൻ എനർജി. ഓൺലി എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് കൊളീഷൻ ആർ സക്സസ്ഫുൾ. ദാറ്റ്സ് വൈ സം റിയാക്ഷൻസ് ആർ സ്ലോ. കറക്റ്റ് എനർജിയിൽ കറക്റ്റ് ഓറിയന്റേഷനിൽ ഒരു മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്താലേ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ചില കൊളീഷൻസ് സക്സസ്ഫുൾ ആവില്ല. ആ കറക്റ്റ് ഓറിയന്റേഷനിലും കുറച്ച് എനർജിയിലൊക്കെ പോയി ഇടിക്കുന്ന കാരണമാണ് ഒരു റിയാക്ഷൻ സ്ലോ ആവുന്നത്. കറക്റ്റായിട്ട് രണ്ട് മോളിക്യൂൾസ് കറക്റ്റ് എനർജിയിൽ, ഒരു മിനിമം എനർജി, ആ മിനിമം വേണ്ട എനർജി എന്ന് പറയുന്നതാണ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ ആ വേണ്ട ആക്ടിവേഷൻ എനർജി വന്ന് കൊളൈഡ് ചെയ്ത് റിയാക്ഷൻ നടക്കുന്നത് നല്ല കറക്റ്റ് ഫാസ്റ്റ് ആയിട്ട് നടക്കും. വേണ്ടത്ര എനർജിയും കറക്റ്റ് പ്രോപ്പർ ഓറിയന്റേഷൻ ഒന്നും അല്ലാത്തതാണ് ഈ സ്ലോ റിയാക്ഷനായി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ദാറ്റ്സ് വാസ് ഫുൾ ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് സിംപ്ലിഫൈഡ് ഫോർ യു. പഠിക്കേണ്ട മെയിൻ ഐഡിയാസ് വരുന്നത് റിയാക്ഷൻ ഓഫ് റേറ്റ്, ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഹാഫ് ലൈഫ് പഠിക്കുക, അറേനിയസ് ഇക്വേഷൻ, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, കൊളീഷൻ തിയറി. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിക്കാനായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് നോട്ട്സ് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കെമിസ്ട്രി ഈസ് നോട്ട് ടഫ്, ഇറ്റ് ജസ്റ്റ് മിസ്അണ്ടർസ്റ്റുഡ്. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മോൾക്കം ബൈ ഏഞ്ചൽ for more such cool chemistry lessons. See you in next video. Bye for